ഡിക്സൺ ടെക്നോളജീസ് ആണ് പറയാനുള്ളത്. അതിൽ കമ്പനി പുതിയൊരു ഏറ്റെടുക്കൽ നടത്താൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏറ്റെടുപ്പിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 553 കോടിയുടെ ഒരു വാല്യൂ ഉള്ളൊരു കാര്യമാണ് ഏറ്റെടുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഓഹരി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സഫാൻ ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു 5% ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏപ്രിലിന് ശേഷമുള്ള ഈ ഒരു ഓഹരിയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 50% റിട്ടേൺ ഇപ്പോൾ ഡിക്സൺ നൽകി കഴിഞ്ഞു. ഇന്നത്തെ ട്രേഡിങ്ങിൽ 0.5% ഒരു നേട്ടമാണ് കാണുന്നത്. 18,180 എന്നാണ് ഓഹരിയുടെ ഇപ്പോഴത്തെ ഒരു പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ ടെക്നിക്കലി എന്താണ് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ? ഈ ഒരു സ്റ്റോക്കിൽ ബേസ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തത് 1 സെപ്റ്റംബറാണ്. ഒരു സ്ട്രോങ് മൊമെൻറ്റം ക്യാൻഡിലായിരുന്നു ഫോം ചെയ്തത്. അതിനുശേഷം പ്രോപ്പർ ഫോളോ ത്രൂ ക്യാൻഡിൽ ഫോം ചെയ്യാതെ കണ്ടിന്യൂസ് പ്രൈസ് കോൺട്രാക്ഷൻ ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. റീസെൻ്റ്ലി മെറ്റൽ സൂചികയിൽ നമ്മൾ കണ്ട പോലെ ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിന് ശേഷം കണ്ടിന്യൂസ് പ്രൈസ് കോൺട്രാക്ഷൻ ക്യാൻഡിലാണ് ഈ ഒരു സ്റ്റോക്കിലും ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 17,000 എന്നതൊരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്നിരുന്നാൽ പോലും റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുമ്പോൾ കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല എന്നാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ.